ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ ഈ ബന്ധം പുലർത്താനുള്ള തീരുമാനം? ഞാൻ പലവട്ടം അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞത്. നന്നായി ആലോചിച്ചതിന് ശേഷം ഞാൻ ഈ തീരുമാനം എടുത്തിരിക്കുന്നതെന്ന്. ഞാൻ അയാളുടെ ഭാഗം പറയണമെന്ന് വിചാരിക്കരുത്. അയാൾക്കൊരു കയ്യബദ്ധം പറ്റി. അത് തുറന്ന് നിന്നോട് പറഞ്ഞ സ്ഥിതിക്ക് ക്ഷമിക്കണമായിരിക്കും. അയാൾ ആണായതുകൊണ്ടല്ലേ അച്ഛൻ ഈ സഹതാപം. എന്നെ അയാൾ ദ്രോഹിച്ചതിൽ അച്ഛന് പരാതിയില്ല, വിഷമവുമില്ല. ഞങ്ങള് പെണ്ണുങ്ങള് എല്ലാം ക്ഷമിക്കാനും അനുഭവിക്കാനും വേണ്ടി പിറന്നവരല്ലേ. ഞാനാണ് ഈ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ അയാൾ ക്ഷമിക്കുമായിരുന്നോ? അച്ഛൻ ക്ഷമിക്കുമായിരുന്നോ? അത് അച്ഛന് ഉത്തരം ഉണ്ടാവില്ല. നീ പറയുന്നതൊക്കെ സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം ഓർക്കണം. നിന്റെ വയസ്സ്, മറ്റൊരു വിവാഹം, നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ്, അതിന്റെ ഭാവി, ഈ തറവാടിന്റെ ഇന്നത്തെ സ്ഥിതി, ഇതൊക്കെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ് മോളെ. ഒരച്ഛൻ അതൊന്നും ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. അച്ഛൻ പറഞ്ഞു വരുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്റെ കുഞ്ഞും അച്ഛനും ഒരിക്കലും ഒരു ഭാരമാവില്ല. പോരെ. ഒരു അവസാന ശ്രമം നടത്താൻ വേണ്ടിയാ ഞാൻ നിങ്ങൾ രണ്ടുപേരോടും എന്റെ ചേംബറിലേക്ക് വരാൻ പറഞ്ഞത്. ഈ ബന്ധം നിലനിർത്താൻ മിസ്റ്റർ മോഹൻ ആഗ്രഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഓഫ്കോഴ്സ് ഡൈവോഴ്സിനുള്ള സ്ട്രോങ് കേസ് ഇവനിക്കുമുണ്ട്, ഞാൻ സമ്മതിച്ചു. എന്നാൽ ഒരല്പം വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായാൽ ഒരു ബന്ധം. നോ സർ, ഐ വോണ്ട്. വേണ്ട, വാടാ. എനിക്കൊന്ന് കാണുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? വേഗം ഇറങ്ങ്. അതാരാ അമ്മേ? ചെറുക്കൻ, ഇങ്ങോട്ട് വാ. പിന്നെ വണ്ടി ഇങ്ങോട്ട് മാറ്റി പാർക്ക്. നീ ആരാടാ? ഇവിടത്തെ സൂപ്രണ്ടോ അതോ എം ഡിയോ? സൂപ്രണ്ട് അവിടുന്നാണ്. ഞാൻ പിന്നെ നീ എം ഡിയോ? വരവും മറ്റും കണ്ടാൽ ഇവിടത്തെ ജനറൽ മാനേജറാണെന്നേ തോന്നുന്നു. കുറച്ചു ദിവസമായി ഞാൻ നോട്ട് ചെയ്തു. എടാ, അവനവന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ച് വേണം വേഷം ധരിക്കാൻ. എന്നെ പോലെ. എന്റെ പൊന്ന് സാറേ, ഇവിടുത്തെ എം ഡി ആണ് ഞാനെന്ന് പറഞ്ഞാണ് ഒരു വിവാഹം ആലോചിച്ച് ഉറപ്പിച്ചിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടാൻ കഴിയാതെ വന്നാൽ ആത്മഹത്യ എന്നിവരുടെ ലിസ്റ്റിൽ ഈ രൂപേഷ് കുമാറിന്റെ പേരും പെടും. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് പാന്റും ഷർട്ടും ടൈയും ധരിച്ചു വരാൻ സാറിനെ അനുവദിക്കണം. ഒരു 50 രൂപ സാറേ. ടാക്സിക്കാരന് കൊടുക്കാനാ. അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോ ഞാൻ തിരിച്ചു തരാം. ഷോ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. കൊണ്ടുപോയി തോല. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ടേ ഉള്ളൂ. ഇതാ കാണുന്നു. വായന. ഓ പഞ്ച. ബാബു സാർ എന്താ വായിക്കുന്നേ? പ്രേംചന്ദിന്റെ ഗോദാനം. പ്രേംചന്ദിന്റെ ഗോദാനം. പുതിയ മാനേജർ വരുന്ന ദിവസമാ. ഇനി വായനയൊക്കെ ലഞ്ച് ടൈമിലൊക്കെ. എല്ലാവർക്കും എന്നോട് ഭയങ്കര ബഹുമാനമാ. നേരി എന്താ ഈ വേഷത്തിൽ? പുതിയ മാനേജർ വരുന്നോണ്ടാ? ഏയ് ഒന്നുമില്ല, നന്നായിട്ടുണ്ട് രൂപു. വെരി സ്മാർട്ട്. എന്നെ പോലെ.
ഈ വേഷത്തിൽ മേരിയെ കണ്ടാൽ സത്യത്തിൽ എനിക്ക് ചോദിച്ച പെണ്ണാണെന്നേ തോന്നുന്നു. ആണോ? എന്നാ രൂപ ഒരു കാര്യം ചെയ്യും, പ്ലീസ്. പോയി ഒരു ചായ വാങ്ങിച്ചോണ്ടോ. രാവിലെ കിട്ടിയില്ലേ? ആ പോ പോ. ഒരു ക്ലാസ് ഫോർ ഓഫീസറോട് പെരുമാറാത്ത തെണ്ടി. യമുന എന്താ ഈ ആലോചിക്കുന്നത്? ചായ കുടിക്കുക. അതൊക്കെ പോട്ടേന്ന്. ആ, നിന്റെ കൂട്ടുകാരുടെ വിവാഹം എങ്ങനെയുണ്ടായിരുന്നു? തിരുവനന്തപുരത്ത് വരെ വിശേഷങ്ങൾ? ആ നശിച്ച ബസ്സിൽ കേറേണ്ടിയിരുന്നില്ല. അയാൾ അതിലുള്ള കാര്യം നിനക്കറിയില്ലായിരുന്നല്ലോ. ഇനിയിപ്പോ അയാളെ ഒന്ന് കണ്ടെന്ന് വെച്ചാൽ എന്താ കുഴപ്പം? അതോ പഴയ ഓർമ്മകളൊക്കെ വീണ്ടും തികട്ടി വരികയാണോ? ഓർമ്മകളോ? ഓർക്കാൻ മാത്രം ഒന്നും തന്നെ ബാക്കിയില്ല. പിന്നെന്താ ഈ മൂഡ് ഔട്ടിന് കാരണം? ക്യാഷ് റമുനയും അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് വത്സലയും 10 മണി കഴിഞ്ഞിട്ടും സീറ്റിൽ കാണാത്തതുണ്ട്. ഇന്ന് പുതിയ മാനേജർ വരുന്ന ദിവസമാണ്. ഇന്നൊരു ദിവസത്തേക്കെങ്കിലും മര്യാദയ്ക്ക് സീറ്റിൽ നിന്ന് ജോലി ചെയ്യണം. ഇത് ഞാൻ പറഞ്ഞതല്ല, സൂപ്രണ്ട് സാറ് പറഞ്ഞാണ്. ഓ, മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ. പിന്നെ ഇല്ലെങ്കിൽ അയാളല്ലേ ഞങ്ങളുടെ ജോലി ചെയ്യുന്നത്? അതെ, അതെനിക്കറിയില്ലേ. ഞാൻ ആ ചുള്ളിക്കമ്പ് സൂപ്പറിനോട് പറഞ്ഞു, യമുന സിസ്റ്ററും വത്സല സിസ്റ്ററും നമ്മുടെ ഓഫീസിന്റെ പുരോഗതിക്കും ഉന്നമനത്തിനും വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന 2 സഹോദരി. ഞാൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ട് കാണും, അതാ പോയത്. പുറകെ ഞാനും പോവാം പശ പോലെ. വരണം സാർ. ഇത് മിസ്റ്റർ ബാബു. ഒരു പുസ്തകം. ഹലോ. ഇത് തോമസ്. കൃത്യനിഷ്ഠയുടെ പര്യായം. ഇത് കൃഷ്ണൻകുട്ടി. കൊള്ളാം, ഹാൻഡ്സം, സ്മാർട്ട്. ആണുങ്ങളായ ഇങ്ങനെ ഇരിക്കണം. മിസ്റ്റർ അല്ല മിസ് സൂസി. നമസ്കാരം സർ. ഇപ്പൊ പ്രൈവറ്റ് ആയിട്ട് MA എഴുതിക്കൊണ്ടിരിക്കുക. ഞാൻ രൂപേഷ് കുമാർ. ഇത് ഭയങ്കര വൃത്തിയാടാ നീ കാണിച്ചത്. പുതിയ മാനേജർ വരുമ്പോ ഇതുപോലെ തന്നെ പെരുമാറണം. ചേച്ചി അത് ഒന്നും പറയണ്ട. ബസ്സിൽ വെച്ച് അയാളെ കണ്ടതിന്റെ മൂഡ് ഔട്ട് ഇതുവരെ നിനക്ക് മാറിയില്ല അല്ലേ? മാറി തുടങ്ങായിരുന്നു, പക്ഷേ അയാൾ ഇവിടെയും. ഓ, മനസ്സിലായി. ഞാൻ കണക്കൂട്ടിയത് തെറ്റിയില്ല. നിന്റെ മുഖഭാവം കണ്ടപ്പോഴേ അയാൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. എന്താ ആലോചന? ലോങ് ലീവോ അതോ റെസിഗ്നേഷനോ? രണ്ടായാലും ഒളിച്ചോട്ടം തന്നെ അല്ലേ? നീ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരാളുമായിട്ടുള്ള ബന്ധവും ഓർമ്മകളും ഒക്കെ പൂർണ്ണമായി മറന്നു കഴിഞ്ഞുവെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ മൂഡ് ഔട്ടിന്റെ ആവശ്യമില്ല. മാനേജറും കാഷ്യറുമായിട്ട് തന്നെ കഴിയാം. മറിച്ച് നിനക്കെന്തെങ്കിലും മനംമാറ്റം സംഭവിക്കുമെന്നുള്ള ഭയം. മനംമാറ്റോ? അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. പിന്നെന്തിനാ അയാളെ കണ്ടപ്പോ ഇവിടെ വന്ന് വിളിച്ചത്? ആരെ വിളിച്ചത്? ഞാൻ എന്തിനാ വിളിക്കുന്നേ? എനിക്കെന്താ? ആരും ഒന്നും എനിക്കെന്താ? അയാൾ ഇവിടുത്തെ മാനേജർ, ഞാൻ ഇവിടുത്തെ കാഷ്യറും, അത്രേ ഉള്ളൂ. ഒളിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എന്തിനാ ഒളിക്കുന്നത്? ഒളിക്കുന്ന പോലും ഒളിക്കുന്നു. വിളിക്കുന്നു പിയൂൺ വന്ന് പറഞ്ഞു. കമ്പനിയിൽ ക്യാഷ് ബാലൻസ് എത്രയുണ്ട്? മുമ്പിലിരിക്കുന്ന ഫയലിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. കമ്പനിക്ക് കിട്ടാനുള്ള പേയ്മെന്റ്സ് അധികം ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ഇല്ല. കമ്പനി കൊടുക്കാനുള്ള പേയ്മെന്റ്സും അധികം ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ഇല്ല. അതുപോലെ എന്നോടുള്ള ദേഷ്യവും ഇതുവരെ കുറഞ്ഞിട്ടില്ലാന്ന് വിശ്വസിക്കുന്നു. എക്സ്ക്യൂസ് മീ സർ, ഒരു കാര്യം തുറന്നു പറഞ്ഞേക്കാം. ഇവിടെ നിങ്ങൾ മാനേജറും ഞാൻ കാഷ്യറുമാണ്. ആ ബന്ധത്തിൽ മാത്രം നിന്നാൽ കൊള്ളാം. അല്ലാതെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളോ പെരുമാറ്റങ്ങളോ ഉണ്ടായാൽ മറുപടി അതുപോലെ തന്നെ ആയിരിക്കും.